മറുപടിയൊന്നും പറഞ്ഞില്ല. അതിന് ഞാൻ കാണാൻ അങ്ങോട്ട് ചോദിക്കുമ്പം സമയം തരാത്ത ആളെ പിന്നെ ഞാനെന്തിനെ കാണുന്നത്? എനിക്ക് താല്പര്യമില്ല. ഞാൻ BD സതീശനല്ല, എന്നെ കാണാനല്ല ശ്രമിച്ചത്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണാനാണ് ഞാൻ ഈ അനുവാദം ചോദിച്ചത്. ഞാനൊരു വോട്ടറാണ്, ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ആ പരിഗണനയൊക്കെ കണക്കാക്കേണ്ടതല്ലേ? എന്താ കാര്യമെന്ന് പോലും അന്വേഷിക്കാതെ ഈ നമ്മുടെ റിക്വസ്റ്റിന് യാതൊരു മറുപടിയും തരാതിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴാണ് പിന്നീട് അതിനുശേഷം ഈ വിഷയം പൊങ്ങുന്നത്. അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വരെ ഇപ്പം മുഖ്യമന്ത്രിനെ കണ്ടു. എന്തോ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വരെ മുഖ്യമന്ത്രിനെ കണ്ടു, ചില കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു വിചാരമില്ല. ഞാൻ ആ വക കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുമില്ല. പക്ഷേ ഒരു വ്യക്തി ഒരു വോട്ടറാണ് എങ്കിൽ, പ്രത്യേകിച്ച് ഒരു വോട്ടറാണെങ്കിൽ, ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള സൗകര്യം ചോദിച്ചാൽ കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ മര്യാദയാണ്. ഈ പണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അങ്ങ് വിമർശിച്ചതാണോ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം? ഞാനൊന്നും വിമർശിച്ചില്ല, രണ്ടും വിമർശിച്ചു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സമയത്ത് ഇതിലിടപെടേണ്ട ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തിണ്ണ നിരക്കുന്നതിനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ പരാമർശങ്ങളാണോ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പരാമർശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നടന്ന കാര്യങ്ങൾ ഇലക്ഷനിൽ ഞാൻ ഒന്നും ഇടപെട്ടിട്ടുമില്ല, അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞില്ല. അതെ. അത് പിന്നെ പറയത്തില്ല, അനുവാദം കിട്ടാതിരുന്നാൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും കാണാം, ജനറൽ സെക്രട്ടറി കാണുമെന്ന തരത്തിൽ പറയുന്നത് ഒരു അകൽച്ച ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? അതല്ല, ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല, വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ഒരാളെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാര്യം വേറെ എന്തെങ്കിലും പറയാനോ സാധിക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ ഈ സമയം ചോദിച്ചത്. അത് ഞാൻ ഈ സെക്രട്ടറി അടുത്ത് പറയുകയും ചെയ്തു. ഇല്ലില്ല, നടപ്പിലായില്ല. അത് ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്താണെന്ന് ഗവൺമെൻറ് ചോദിച്ചില്ലല്ലോ, അതിനുള്ള ഇട കിട്ടിയില്ലല്ലോ. ഞങ്ങളുടെ വഴിയിൽ അത് ഇത് ചെയ്യുക, അല്ലാതെ ഞങ്ങൾ ആരുടെ മുമ്പിൽ പിച്ചച്ചട്ടിയായിട്ട് പോയി കൈനീട്ടി നിന്നിട്ടില്ല, ഒരുത്തരുടെ മുമ്പിൽ നിന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിരസിച്ചു, വേണ്ട എന്ന് തീരുമാനിച്ചു. അതല്ലയോ അവർ ഹണിമൂണോ ഏതാണ്ടൊക്കെ, ഞാനൊന്നും പറയുന്നില്ല. സർക്കാരിന് മൊത്തത്തിലാണോ ഈ ഒരു നിലപാടുള്ളത്, അത് മുഖ്യമന്ത്രിക്ക് മാത്രമാണോ? കാരണം സർക്കാരിൻ്റെ ബാക്കിയുള്ള മന്ത്രിമാരടക്കമുള്ളവർ NSSനോട് എങ്ങനെയാണ് ഈ കാലയളവിൽ പെരുമാറിയിട്ടുള്ളത്? അല്ല, അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടത്. BD സതീശൻ്റെ പ്രവൃത്തിയാണോ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയാണോ ഇത് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ.